പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ മൊത്തം മാറ്റിമറിക്കാൻ സഹായിച്ച മനുഷ്യ വൈദഗ്ധ്യത്തിന്റെ ഒരു അത്ഭുതമാണ് ഹബിൾ സ്പേസ് ടെലിസ്കോപ്പ്. ഇതിന്റെ കണ്ണുകളിലൂടെ പ്രപഞ്ച വിസ്മയങ്ങൾ കാണാൻ തുടങ്ങിയിട്ട് 3 പതിറ്റാണ്ടിലേറെയായി. ഇത്രയും കാലത്തെ നിരീക്ഷണങ്ങൾ കൊണ്ട് പ്രപഞ്ചത്തിന്റെ പ്രായവും വലിപ്പവും കണക്കാക്കാനും ഡാർക്ക് എനർജി കണ്ടെത്താനും ഗാലക്സികളുടെ പരിണാമം മനസ്സിലാക്കാനും അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ ഈ ടെലിസ്കോപ്പ് വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ബ്ലാക്ക് ഹോളുകൾ, ഗാമ റേ വിസ്ഫോടനങ്ങൾ, എക്സോ പ്ലാനറ്റ്സിന്റെ അന്തരീക്ഷം എന്നിവയെക്കുറിച്ചുള്ള വിശദാംശങ്ങളൊക്കെ ആദ്യമായി വെളിപ്പെടുത്തിയതും ഹബിൾ സ്പേസ് ടെലിസ്കോപ്പാണ്. ചുരുക്കി പറഞ്ഞാൽ പ്രപഞ്ചത്തെ കാണാനുള്ള നമ്മുടെ ഒരു പുതിയ ജനാലയായിരുന്നു ഈ ടെലിസ്കോപ്പ്. പക്ഷേ ഇതിന്റെ ജൈത്രയാത്രയുടെ തുടക്കം ഇങ്ങനെ ആയിരുന്നില്ല. 1.5 ലക്ഷം കോടി രൂപയോളം ചിലവാക്കി ഒത്തിരിയേറെ പ്രതീക്ഷയിലാണ് നാസ ഈ ടെലിസ്കോപ്പ് വിക്ഷേപിച്ചത്. എന്നാൽ ഇതാദ്യമായി പകർത്തിയ ചിത്രങ്ങൾ കണ്ടപ്പോൾ നാസ ഒരു ഞെട്ടിക്കുന്ന സത്യം തിരിച്ചറിഞ്ഞു. എന്താണെന്നാൽ അതിന്റെ പ്രധാന കണ്ണാടിയിലെ വളരെ ചെറിയൊരു പിഴവ് കാരണം അത് പകർത്തുന്ന ചിത്രങ്ങളെല്ലാം ഉപയോഗശൂന്യമായ രീതിയിൽ തീരെ മങ്ങിയതാണ്. ഹബിളിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും അത് കണ്ട് തകർന്നുപോയി. മുഴുവൻ പദ്ധതിക്കുമേൽ നിഴൽ വീഴ്ത്തിയ ഒരു വലിയ തിരിച്ചടിയായിരുന്നു അത്. എന്നാൽ നാസ പ്രതീക്ഷ കൈവിടാൻ തയ്യാറായിരുന്നില്ല. അങ്ങ് ബഹിരാകാശത്തിൽ ചെന്ന് അതിനെ ശരിയാക്കാൻ തന്നെ നാസ തീരുമാനിച്ചു. അതെങ്ങനെയാണ് നാസ ചെയ്തതെന്ന് നമുക്ക് നോക്കാം. 1990 ഏപ്രിൽ 24 നാസയുടെ ഡിസ്കവറി എന്ന സ്പേസ് ഷട്ടിൽ ഉപയോഗിച്ച് ഹബിൾ സ്പേസ് ടെലിസ്കോപ്പിനെ ലോഞ്ച് ചെയ്തു. ഹബിൾ അമ്പരപ്പിക്കുന്ന ചിത്രങ്ങൾ പകർത്തുമെന്നും ആ ചിത്രങ്ങളിലൂടെ നമ്മുടെ പ്രപഞ്ചത്തിന്റെ ആദ്യകാല കാഴ്ചകൾ കാണാൻ കഴിയുമെന്നുമാണ് നാസ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വിക്ഷേപണത്തിന് വേണ്ടി ശാസ്ത്രലോകം വളരെ ആകാംക്ഷയോടെയാണ് കാത്തിരുന്നത്. എന്നാൽ ആദ്യ ചിത്രങ്ങൾ കണ്ടതും എല്ലാവരും ഞെട്ടിപ്പോയി. കാരണം നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം വളരെ മങ്ങിയ ചിത്രങ്ങളായിരുന്നു. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ പ്രശ്നം ഹബിളിന്റെ പ്രധാന കണ്ണാടിക്കാണെന്ന് മനസ്സിലായി. അതായത് ഹബിളിന് ഏകദേശം 2.5 മീറ്റർ വ്യാസമുള്ള ഒരു വലിയ കണ്ണാടിയുണ്ട്. ഇതിനെയാണ് പ്രൈമറി മിറർ അഥവാ പ്രധാന കണ്ണാടി എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമതൊരു ചെറിയ കണ്ണാടിയുമുണ്ട്. അതിന്റെ ഡയമീറ്റർ വെറും 30.5 സെന്റിമീറ്റർ മാത്രമാണ്. ടെലിസ്കോപ്പിന്റെ പിന്നിലായിട്ട് ഏകദേശം ഈ ഭാഗത്താണ് പ്രൈമറി മിറർ വച്ചിട്ടുള്ളത്. സെക്കൻഡറി മിറർ അതിനു മുന്നിൽ ഈ ഒരു ഭാഗത്തിലും. പുറത്തു നിന്നുമുള്ള പ്രകാശം ആദ്യം നേരെ വന്ന് പ്രൈമറി മിററിൽ പതിക്കും. പ്രധാന കണ്ണാടി ചെറിയ രീതിയിൽ വളഞ്ഞതാണ്. അതിനാൽ അതിൽ വന്ന് പതിക്കുന്ന പ്രകാശം പ്രതിഫലിച്ച് സെക്കൻഡറി മിററിലെത്തും. പിന്നെ വീണ്ടും അവിടുന്ന് പ്രതിഫലിച്ച് പ്രൈമറി മിററിലുള്ള ചെറിയ ദ്വാരത്തിലൂടെ ഹബിളിന്റെ ഉപകരണങ്ങളിലെത്തും. അടിസ്ഥാനപരമായിട്ട് ഇങ്ങനെയാണ് ഹബിൾ സ്പേസ് ടെലിസ്കോപ്പ് പ്രവർത്തിക്കുന്നത്. സെക്കൻഡറി മിററിൽ നിന്നും പ്രതിഫലിക്കുന്ന പ്രകാശം മുഴുവൻ കൃത്യമായും ഒരേ പോയിന്റിലാണ് വന്ന് പതിക്കേണ്ടത്. ആ രീതിയിലാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. എങ്കിലേ വ്യക്തമായിട്ട് ചിത്രങ്ങൾ പകർത്താൻ കഴിയൂ. പക്ഷേ നിർഭാഗ്യവശാൽ പ്രൈമറി മിററിന്റെ അറ്റത്തുള്ള വളവ് കൃത്യമായിരുന്നില്ല. എന്നുവെച്ചാൽ അറ്റം കുറച്ചുകൂടെ വളയേണ്ടതായിരുന്നു. അതിനാൽ പ്രൈമറി മിററിന്റെ അറ്റത്തിൽ തട്ടി പ്രതിഫലിക്കുന്ന പ്രകാശകിരണങ്ങൾ സെക്കൻഡറി മിററിൽ വന്ന് പതിക്കേണ്ട യഥാർത്ഥ സ്ഥാനത്തിലല്ല പതിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ സെക്കൻഡറി മിററിൽ നിന്നും പ്രതിഫലിക്കുന്ന പ്രകാശം മുഴുവൻ കൃത്യമായും ഒരേ പോയിന്റിലല്ല വന്ന് പതിച്ചിരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ ടെലിസ്കോപ്പിന്റെ ഫോക്കസിംഗ് ശരിയായിരുന്നില്ല. അതിന്റെ അനന്തരഫലമായിട്ടാണ് ചിത്രങ്ങളെല്ലാം മങ്ങിയതായിട്ട് കാണപ്പെട്ടത്. വളവ് കൃത്യമായിരുന്നില്ല എന്ന് പറയുമ്പോൾ അതിന് 2000 നാനോമീറ്റേഴ്സിന്റെ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഈ കണ്ണാടിയുടെ അറ്റം 2000 നാനോമീറ്റേഴ്സും കൂടെ വളയണമായിരുന്നു. 2000 നാനോമീറ്റേഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ തലമുടിയുടെ വണ്ണത്തിന്റെ വെറും 2% ആയുള്ളൂ. പക്ഷേ ഹബിളിനെ ഉപയോഗശൂന്യമാക്കി മാറ്റാൻ അത്രയും ചെറിയ വ്യത്യാസം തന്നെ ധാരാളമായിരുന്നു. ഹബിളിന്റെ പ്രധാന കണ്ണാടി യഥാർത്ഥത്തിൽ ഹബിളിനെ വിക്ഷേപിക്കുന്നതിനും 10 വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ചതാണ്. പല വർഷങ്ങളോളം സമയമെടുത്ത് അതിനെ സമഗ്രമായിട്ട് പരീക്ഷിച്ചതുമാണ്. പരീക്ഷണങ്ങൾക്കിടയിൽ ഒരുപക്ഷെ കണ്ണാടിക്ക് എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ അതിനൊരു ബാക്കപ്പ് ആയിട്ട് രണ്ടാമതൊരു കണ്ണാടിയും കൂടെ നിർമ്മിച്ചിരുന്നു. ഈ രണ്ടാമത്തെ കണ്ണാടി വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് നിർമ്മിച്ചത്. പക്ഷെ എന്നിട്ടും രണ്ടാമത്തെ കണ്ണാടി ഉപയോഗിക്കാതെ അവസാനം പിഴവ് പറ്റിയ ഒന്നാമത്തെ കണ്ണാടി തന്നെ നാസ അബദ്ധത്തിൽ ഹബിളിൽ ഘടിപ്പിച്ചു. സംഭവം 1977 നാസയ്ക്ക് ഹബിൾ സ്പേസ് ടെലിസ്കോപ്പ് നിർമ്മിക്കാനുള്ള കാശ് അനുവദിച്ചു കിട്ടിയത്. ഏകദേശം 2500 കോടി രൂപയാണ് അന്ന് അവര് ഹബിളിന് ചിലവാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തത്. പെർക്കിൻ എൽമർ എന്നൊരു കമ്പനിയെയാണ് നാസ പ്രധാന കണ്ണാടി നിർമ്മിക്കാൻ ഏൽപ്പിച്ചത്. അന്നത്തെ കാലത്ത് ഏറ്റവും മികച്ച കണ്ണാടികൾ നിർമ്മിക്കുന്നതിൽ ഏറ്റവും മുന്നിൽ നിന്ന പേര് കേട്ട കമ്പനിയായിരുന്നു പെർക്കിൻ എൽമർ. അതുമാത്രമല്ല അത്യാധുനികമായ യന്ത്രങ്ങളും കമ്പ്യൂട്ടർ സംവിധാനങ്ങളുമൊക്കെ ഉപയോഗിച്ചാണ് അവര് കണ്ണാടികൾ നിർമ്മിക്കുന്നത്.
പ്രൈമറി മിറർ നിർമ്മിക്കാൻ ഇത്രയും സംവിധാനങ്ങളൊക്കെ ആവശ്യമാണ്. കാരണം കണ്ണാടിയിൽ പരമാവധി 10 നാനോമീറ്റേഴ്സിന്റെ പിഴവ് മാത്രമേ വരാൻ പാടുള്ളൂ. ഓർക്കുക, നമ്മുടെ തലമുടിയുടെ കട്ടി എന്നത് ഏതാണ്ട് 1,00,000 നാനോമീറ്റേഴ്സ് ആണ്. അപ്പോൾ അത്രയും കൃത്യതയോടെ വേണം ഈ കണ്ണാടി നിർമ്മിക്കേണ്ടത്. അതുകൊണ്ടാണ് നാസ പെർക്കിൻ എൽമറിനെ തന്നെ തിരഞ്ഞെടുത്തത്. എന്നിരുന്നാലും ചിലപ്പോൾ പെർക്കിൻ എൽമർ നിർമ്മിക്കുന്ന കണ്ണാടിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാവുകയാണെങ്കിൽ ഒരു ബാക്കപ്പ് കണ്ണാടിയും കൂടെ നിർമ്മിക്കണമെന്ന് നാസ തീരുമാനിച്ചു. അങ്ങനെ അതിനുവേണ്ടി അവര് ഈസ്റ്റ്മാൻ കോഡാക് എന്ന മറ്റൊരു കമ്പനിയെയാണ് തിരഞ്ഞെടുത്തത്. ക്യാമറകളെ കുറിച്ച് അറിയാവുന്നവർ ഒരുപക്ഷെ ഈ പേര് കേട്ടിട്ടുണ്ടാകും. കാരണം കോഡാക് വളരെ പ്രശസ്തമായ ഒരു ക്യാമറ കമ്പനിയാണ്. എന്തായാലും കണ്ണാടികളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് തിരിച്ചറിയാൻ 2 കമ്പനികളും പരസ്പരം അവരുടെ കണ്ണാടികൾ പരിശോധിച്ച് നോക്കണമെന്ന് കോഡാക് അന്ന് പറഞ്ഞതാണ്. പക്ഷേ നാസയും പെർക്കിൻ എൽമറും അതത്ര കാര്യമായിട്ട് എടുത്തില്ല. അത് വലിയൊരു തെറ്റായി പോയെന്ന് നാസയ്ക്ക് പിന്നീട് മനസ്സിലാവുകയും ചെയ്തു. 1979 പെർക്കിൻ എൽമർ കണ്ണാടി നിർമ്മിക്കാൻ തുടങ്ങിയത്. ആദ്യം അവർ വളരെ കട്ടി കൂടിയ വലിയൊരു ഗ്ലാസ് ഡിസ്ക് എടുത്തു. അത് താപനിലയിൽ തീവ്രമായ വ്യത്യാസം വന്നാലും ഒരു കുഴപ്പവുമില്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന അൾട്രാ ലോ എക്സ്പാൻഷൻ പദാർത്ഥം കൊണ്ട് നിർമ്മിതമായ ഗ്ലാസ് ആയിരുന്നു. പിന്നെ ആ ഗ്ലാസിനെ പോളിഷ് ചെയ്ത് ആവശ്യത്തിനുള്ള വലിപ്പത്തിലും ഷേപ്പിലുമാക്കി എടുത്തു. അവസാനം റിഫ്ലക്റ്റീവായ അലൂമിനിയത്തിന്റെ കനം കുറഞ്ഞ ഒരു ലെയറും കൂടെ ഗ്ലാസിന് മുകളിൽ പതിപ്പിച്ചു. അങ്ങനെയാണ് ഈ കണ്ണാടി ഉണ്ടാക്കിയത്. ഇത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തീർന്നെങ്കിലും വളരെ പ്രയാസകരമായ ഈ നിർമ്മാണം പൂർത്തിയാക്കാൻ 2 വർഷം സമയമെടുത്തു. ശേഷം പല വർഷങ്ങളോളം ഈ കണ്ണാടിയിൽ നിരവധി പരീക്ഷണങ്ങൾ നടത്തി. വിക്ഷേപണ സമയത്തുള്ള തീവ്രമായ വൈബ്രേഷൻസ് താങ്ങാനും ബഹിരാകാശത്തിന്റെ കഠിനമായ അവസ്ഥകളെ തരണം ചെയ്യാൻ കഴിയുമോ എന്നറിയാനുമൊക്കെ വേണ്ടിയിട്ടാണ് പ്രധാനമായും ഈ പരീക്ഷണങ്ങളൊക്കെ നടത്തിയത്. അതിനു പുറമെ ഈ കണ്ണാടിയുടെ ആകൃതി, അതായത് ഇതിന്റെ വളവൊക്കെ കൃത്യമാണോ എന്നും അവര് പരിശോധിച്ചിരുന്നു. അതിനുവേണ്ടി നൾ കറക്റ്റർ എന്നൊരു ഉപകരണമാണ് അവർ ഉപയോഗിച്ചത്. ഈ ഉപകരണത്തിൽ നിരവധി കണ്ണാടികളും ലെൻസുകളുമൊക്കെ ഉണ്ട്. അവയിലൂടെ ഒരു ലേസർ ലൈറ്റിനെ കടത്തിവിട്ട് ആ ലൈറ്റിനെ കണ്ണാടിയിലേക്ക് ഫോക്കസ് ചെയ്യിപ്പിക്കും. കണ്ണാടിയുടെ ആകൃതിയും വളവുമൊക്കെ കൃത്യമാണെങ്കിൽ പ്രകാശം കടത്തിവിടാൻ ഉപയോഗിച്ച ലെൻസിലുള്ള ഒരു പാറ്റേൺ കണ്ണാടിയിൽ കൃത്യമായിട്ട് കാണാൻ കഴിയും. അവർ ഈ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അങ്ങനെ ആ പാറ്റേൺ കൃത്യമായിട്ട് കാണാനും പറ്റി. അതുകൊണ്ട് തന്നെ കണ്ണാടിയുടെ ആകൃതിയും വളവുമെല്ലാം പെർഫെക്റ്റ് ആണെന്ന് അവർ കരുതി. എന്നാൽ യഥാർത്ഥത്തിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച നൾ കറക്റ്ററിലെ ഒരു കണ്ണാടിയുടെ സ്ഥാനം ശകലം മാറിയാണ് ഇരുന്നത്. അത് കാരണമാണ് കണ്ണാടിയിൽ ലെൻസിന്റെ പാറ്റേൺ കൃത്യമായിട്ട് കാണാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെ കണ്ണാടിയുടെ വളവിലുള്ള പിഴവും അവർക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല. ഈ സമയം കൊണ്ട് കോഡാക്കും കണ്ണാടി നിർമ്മിച്ചു കഴിഞ്ഞിരുന്നു. അവസാന ഘട്ടമായ അലൂമിനിയം കോട്ടിങ്ങും കൂടെ മാത്രമേ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. എന്നാൽ പെർക്കിൻ എൽമറിന്റെ കണ്ണാടി പെർഫെക്റ്റ് ആണെന്ന് തോന്നിയതുകൊണ്ട് നാസ ആ കണ്ണാടി തന്നെ ഉപയോഗിക്കാൻ തീരുമാനിച്ചു. ഒടുവിൽ അത് ഘടിപ്പിച്ച് 1990 ഹബിളിനെ വിക്ഷേപിക്കുകയും ചെയ്തു. എന്നാൽ ടെലിസ്കോപ്പിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തിരിച്ചറിയാൻ നാസയിലെ ശാസ്ത്രജ്ഞർക്ക് അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. ആദ്യം കിട്ടിയ മങ്ങിയ ചിത്രങ്ങൾ കണ്ടപ്പോൾ തന്നെ അത് ബോധ്യമായി. ഇത്രയും കോടികൾ ചിലവാക്കി 1 പതിറ്റാണ്ടോളം ഇതിന്റെ പിന്നാലെ നടന്നിട്ടും അവസാനം ഈ മങ്ങിയ ചിത്രങ്ങൾ കണ്ടപ്പോൾ നാസയിലെ സയന്റിസ്റ്റുകളെല്ലാം ആകെ തകർന്നുപോയി. ഹബിൾ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വേസ്റ്റ് പ്രോജക്റ്റ് ആയിട്ട് മാറുമെന്നാണ് ആദ്യം എല്ലാവരും കരുതിയത്. സങ്കടകരമായ മറ്റൊരു കാര്യം എന്താണെന്നാൽ പിന്നീട് അവര് കോഡാക്കിന്റെ കണ്ണാടി പരിശോധിച്ച് നോക്കിയപ്പോൾ അത് വളരെ പെർഫെക്റ്റ് ആയ ആകൃതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായി. കോഡാക്ക് പറഞ്ഞതുപോലെ 2 കമ്പനികളും അവരുടെ കണ്ണാടികൾ പരസ്പരം പരിശോധിച്ച് നോക്കിയിരുന്നെങ്കിൽ ഈ പ്രശ്നം ഒരിക്കലും വരില്ലായിരുന്നു. അത് തിരിച്ചറിഞ്ഞപ്പോൾ ചെയ്തത് വലിയൊരു മണ്ടത്തരമായി പോയെന്ന് നാസയ്ക്ക് തോന്നി. പക്ഷേ ഹബിളിനെ പരാജയത്തിലേക്ക് തള്ളിവിടാൻ നാസ തയ്യാറായിരുന്നില്ല. അതിന് പകരം അവരതിനെ റിപ്പയർ ചെയ്യാൻ തീരുമാനിച്ചു. കോഡക്കിന്റെ കണ്ണാടി പെർഫെക്റ്റ് ആണെങ്കിലും അതിനെ സ്പേസിൽ കൊണ്ടുപോയി ഹബിളിന്റെ കണ്ണാടിക്ക് പകരം റീപ്ലേസ് ചെയ്യാനാകില്ല. കാരണം ഇത്രയും വലിയ കണ്ണാടി അങ്ങോട്ട് കൊണ്ടുപോവുക എന്നത് തന്നെ ഒരു വലിയ പ്രശ്നമാണ്. അതിനു പുറമെ അത് കൊണ്ടുപോയി റീപ്ലേസ് ചെയ്യാൻ ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ഇന്നത്തെ ടെക്നോളജികൾ ഉപയോഗിച്ച് പോലും അതത്ര എളുപ്പമല്ല. അതുമാത്രമല്ല, പ്രധാന കണ്ണാടി മാറ്റണമെങ്കിൽ ഹബിളിനെ മൊത്തം പൊളിച്ച് പണിയേണ്ടി വരും. അതുകൊണ്ട് തന്നെ കണ്ണാടി റീപ്ലേസ് ചെയ്യുക എന്നത് അസാധ്യമാണ്. അങ്ങനെ ഒരിക്കലും ഉപയോഗപ്പെടാത്ത കോഡക്കിന്റെ ഈ കണ്ണാടി ഇപ്പോഴും വാഷിംഗ്ടൺ DC-യിലെ നാഷണൽ എയർ ആൻഡ് സ്പേസ് മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്തായാലും കണ്ണാടി റീപ്ലേസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഹബിളിന്റെ ഉപകരണങ്ങളെല്ലാം റിപ്പയർ ചെയ്യാനും വേണമെങ്കിൽ പൂർണ്ണമായും ഇളക്കി മാറ്റി റീപ്ലേസ് ചെയ്യാനും കഴിയുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നാസ വളരെ ബുദ്ധിപരമായ ഒരു പരിഹാരം കണ്ടെത്തി. നൾ കറക്റ്ററിലുള്ള പിഴവ് നോക്കിയപ്പോൾ ഹബിളിന്റെ കണ്ണാടിയിലെ പിഴവ് എത്രത്തോളമാണെന്നും ശാസ്ത്രജ്ഞർക്ക് മനസ്സിലാക്കാൻ പറ്റി. ആ പിഴവ് നികത്തുന്ന രീതിയിൽ നാസ പുതിയൊരു ഉപകരണം ഡിസൈൻ ചെയ്തു.
ഈ ഉപകരണത്തിനെ കൊണ്ടുപോയിട്ട് ഹബിളിലുള്ള ഒരു ഉപകരണത്തിന് പകരം റീപ്ലേസ് ചെയ്താൽ ഹബിളിന്റെ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയും. അതെങ്ങനെയാണെന്നാൽ ഈ ഉപകരണത്തിൽ ഒരു കൂട്ടം കണ്ണാടികളും ലെൻസുകളുമുണ്ട്. ഈ കണ്ണാടികളും ലെൻസുകളും ഹബിളിന്റെ സെക്കൻഡറി മിററിൽ നിന്നും വരുന്ന പ്രകാശത്തിനെ കൃത്യമായും ഫോക്കസ് ചെയ്യാൻ സഹായിക്കും. അപ്പോൾ വ്യക്തമായ ചിത്രങ്ങൾ പകർത്താനും കഴിയും. കോസ്റ്റാർ എന്നാണ് ഈ പുതിയ ഉപകരണത്തിന് നൽകിയ പേര്. ഇത് ഡെവലപ്പ് ചെയ്യാൻ അവർക്ക് 400 കോടി രൂപയിൽ കൂടുതൽ ചിലവാക്കേണ്ടി വന്നു. 2 വർഷത്തിൽ കൂടുതൽ സമയവും എടുത്തു. ഒടുവിൽ ഇതിന്റെ നിർമ്മാണവും ടെസ്റ്റിംഗുമെല്ലാം പൂർത്തിയായപ്പോൾ ഹബിളിനെ രക്ഷിക്കുക എന്ന ദൗത്യവുമായി 1993 ഡിസംബർ 2 നാസ എൻഡെവർ എന്നൊരു സ്പേസ് ഷട്ടിൽ വിക്ഷേപിച്ചു. ഈ സ്പേസ് ഷട്ടിലിൽ കോസ്റ്റാറും 7 ആസ്ട്രോണറ്റ്സും ഉണ്ടായിരുന്നു. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഏകദേശം 500 കിലോമീറ്ററിന് മുകളിലൂടെ ഹബിൾ നിരന്തരമായിട്ട് ഭൂമിയെ ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹബിളിനെ റിപ്പയർ ചെയ്യുക എന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല. വളരെയധികം കൃത്യമായ പ്ലാനിങ്ങോടുകൂടെയാണ് അവർ ഈ ദൗത്യം ചെയ്തത്. ആദ്യം ഹബിളിനെ പോലെ തന്നെ സ്പേസ് ഷട്ടിലിനെയും കൊണ്ടുപോയി ഭൂമിയുടെ ഓർബിറ്റിലാക്കി. പിന്നെ പതിയെ സ്പേസ് ഷട്ടിലിനെ ഹബിളിന്റെ പക്കലേക്ക് കൊണ്ടുപോയി. ഒടുവിൽ 2 ദിവസങ്ങൾ കഴിഞ്ഞ് ഹബിളിന്റെ വളരെ അടുത്തെത്തി. അടുത്തെന്ന് വെച്ചാൽ ഏതാനും ചില അടികൾ മാത്രം ദൂരത്തിലെത്തി. ഓർക്കുക, ഹബിളും സ്പേസ് ഷട്ടിലും ഇപ്പോഴും ഭൂമിക്ക് ചുറ്റും വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സ്പേസ് ഷട്ടിലിന് നല്ല നീളമുള്ള കൈ പോലെ പ്രവർത്തിക്കുന്ന ഒരു യന്ത്രമുണ്ട്. കെനാഡാം എന്നാണ് അതിനെ പറയുന്നത്. ഹബിളിന്റെ പക്കലെത്തിയ ശേഷം ആ യന്ത്ര കൈ ഉപയോഗിച്ച് ആസ്ട്രോണറ്റ്സ് ഹബിളിനെ പിടിച്ചു. ഈ യന്ത്രത്തിന് പിടിക്കാനുള്ള ഹൂക്ക് പോലത്തെ ഒരു ഘടന ഹബിളിലുണ്ട്. പിന്നെ വളരെ സാവകാശം ഹബിളിനെ സ്പേസ് ഷട്ടിലിലേക്ക് വലിച്ചെടുത്തു. അതിനെ വലിച്ചെടുത്ത് സ്പേസ് ഷട്ടിലിന്റെ കാർഗോ ബേ എന്ന ഭാഗത്തിൽ സുരക്ഷിതമായിട്ട് കണക്റ്റും ചെയ്തു. ശേഷം ആസ്ട്രോണറ്റ്സ് സ്പേസ് സ്യൂട്ടുകളൊക്കെ ധരിച്ച് പുറത്തിറങ്ങി. എന്നിട്ട് ഹബിളിലുള്ള ഒരു ഉപകരണത്തിനെ എടുത്തു മാറ്റിയിട്ട് അതിന്റെ സ്ഥാനത്തിൽ അവർ കൊണ്ടുവന്ന കോസ്റ്റാറിനെ കൃത്യമായിട്ട് ഘടിപ്പിച്ചു. അതിനുവേണ്ടി മാത്രം 7 മണിക്കൂറുകൾ കൂടുതൽ സമയമെടുത്തു. ശേഷം എല്ലാവരും തിരിച്ച് സ്പേസ് ഷട്ടിലിന്റെ അകത്ത് കയറിപ്പോയി. എന്നിട്ട് യന്ത്രക്കൈ ഉപയോഗിച്ച് തന്നെ അവര് ഹബിളിനെ സ്പേസ് ഷട്ടിലിൽ നിന്നും ഡിസ്കണക്ട് ചെയ്തു. അവസാനം സ്പേസ് ഷട്ടില് ആസ്ട്രോണറ്റ്സിനെയും കൊണ്ട് തിരിച്ച് ഭൂമിയിലേക്ക് വരികയും ചെയ്തു. ഇങ്ങനെയാണ് അവര് ഹബിളിനെ റിപ്പയർ ചെയ്തത്. എന്തായാലും റിപ്പയറിംഗ് കഴിഞ്ഞ് നാസ ഹബിളിലൂടെ വീണ്ടും ചിത്രം പകർത്തി. നോക്കിയപ്പോൾ ഇത്തവണ ചിത്രങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ ഹബിൾ പകർത്തുന്നുണ്ട്. അപ്പോൾ നാസയുടെ ദൗത്യം വലിയ വിജയമായെന്നർത്ഥം. ആ വ്യക്തമായ ചിത്രങ്ങൾ കണ്ടപ്പോഴാണ് ഈ ടെലിസ്കോപ്പിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കൊക്കെ ശ്വാസം നേരെ വീണത്. ഇപ്പോൾ ഹബിളിനെ വിക്ഷേപിച്ചിട്ട് 3 പതിറ്റാണ്ടിൽ കൂടുതൽ കാലമായി. ഇത്രയും കാലത്തിനിടയിൽ പ്രപഞ്ചത്തിൽ മറഞ്ഞിരുന്ന പല വിസ്മയങ്ങളും ഹബിൾ നമുക്ക് കാണിച്ചു തന്നു. ഇന്ന് നമുക്ക് പ്രപഞ്ചത്തെക്കുറിച്ച് അറിയാവുന്നതിൽ വലിയൊരു ശതമാനം അറിവുകളും യഥാർത്ഥത്തിൽ ഈ ഒരൊറ്റ ടെലിസ്കോപ്പ് മാത്രം കാരണം നേടിയതാണ്. 1993 ശേഷം പിന്നെയും 4 തവണ കൂടെ അതുപോലത്തെ ദൗത്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓരോ തവണയും അതിന്റെ ഉപകരണങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുകയായിരുന്നു. അങ്ങനെ ആദ്യത്തേതിൽ നിന്നും ഒരുപാട് മികച്ച രീതിയിൽ ഹബിളിനെ അവസാനം അപ്ഗ്രേഡ് ചെയ്തു. ഇന്ന് ഹബിളിനേക്കാൾ പല മടങ്ങ് അഡ്വാൻസ്ഡ് ആയ പവർഫുൾ ആയ ടെലിസ്കോപ്പുകളുണ്ട്. ഹബിളിന് കാണാൻ കഴിയാത്ത പ്രപഞ്ച വസ്തുക്കളെ പോലും ഇപ്പോഴത്തെ പുതിയ ടെലിസ്കോപ്പുകൾക്ക് കാണാൻ കഴിയും. JWST പകർത്തുന്ന ചിത്രങ്ങൾക്ക് മുന്നിൽ ഹബിളിന്റെ ചിത്രങ്ങളൊക്കെ ഒന്നുമല്ലെന്ന് തോന്നിപ്പോകും. പക്ഷേ എന്നിരുന്നാലും പ്രപഞ്ചത്തെ മനസ്സിലാക്കാൻ നമ്മെ ഏറ്റവും കൂടുതൽ സഹായിച്ച ടെലിസ്കോപ്പ് ഹബിൾ ആണ്. അതുകൊണ്ട് സകല ബഹിരാകാശ പ്രേമികളുടെയും മനസ്സുകളിൽ എപ്പോഴും ഹബിളിന് സ്ഥാനമുണ്ടായിരിക്കും. മറ്റൊരു കാര്യം, ഹബിൾ സ്പേസ് ടെലിസ്കോപ്പിന്റെ ഈ കഥ നമുക്ക് വലിയൊരു പാഠവും കൂടെയാണ്. ഒരുപക്ഷെ നാസയിലെ ശാസ്ത്രജ്ഞർ ഇത് പരാജയപ്പെട്ടു എന്ന് കരുതി ഇതിനെ തള്ളിക്കളഞ്ഞിരുന്നെങ്കിൽ ഇത് കാരണമുണ്ടായ നേട്ടങ്ങളൊന്നും തന്നെ കൈവരിക്കാൻ സാധിക്കില്ലായിരുന്നു. ബഹിരാകാശപരമായ മനുഷ്യരാശിയുടെ അറിവുകളും ഇന്ന് ഇത്രത്തോളം വളരില്ലായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ഹബിളിന്റെ വിജയം ആഘോഷിക്കപ്പെടുകയില്ലായിരുന്നു എന്ന് മാത്രമല്ല, അതിനെ ആരും ഇന്ന് ഓർക്കുക പോലുമില്ലായിരുന്നു. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. പരാജയപ്പെട്ടു എന്ന് കരുതുന്നിടത്ത് നിന്നുമായിരിക്കും ഒരുപക്ഷെ നമ്മുടെ വിജയം തുടങ്ങുന്നത്. അതിനാൽ പ്രതിസന്ധികൾ വരുമ്പോൾ തളർന്നു പോകാതെ, പരാജയപ്പെട്ടു പോയെന്ന് കരുതാതെ ആ പ്രതിസന്ധികളെ തരണം ചെയ്ത് വീണ്ടും മുന്നേറിക്കൊണ്ടിരുന്നാൽ തീർച്ചയായും വിജയം ഒരിക്കൽ നമ്മളെ തേടി വരും.